Jewels presents Amritaveni Hair Elixir Flowers Top Singer Mega Marathon Grand Finale with Mohanlal. തൃശൂരിന്റെ അഭിമാനമായി മാറിയ ടോപ്പ് സിംഗറിലെ മിടുമിടുക്കി രാഗസൗന്ദര്യത്തിന്റെ വിസ്മയ വിരുന്നിലേക്ക് സനിക.
ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയിൽ ഇനി വരുന്നത് പെരിന്തൽമണ്ണക്കാരുടെ അഭിമാനമായ അബിൻകുട്ടൻ. ഓരോ തവണയും വേദിയിലെത്തുമ്പോൾ മികച്ച ഗാനങ്ങൾ കൊണ്ട് നമ്മളെല്ലാം വിസ്മയിപ്പിച്ച മിടുമിടുക്കൻ അബിൻ. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവതു പോകയാൽ ദൂരെ യാത്രാമൊഴിയുമാ സാഗരമേ ശാന്തമാകനീ. തളിർത്തൊത്തിലാരു പാടി തരൂ ഒരു ജന്മം കൂടി. തളിർത്തൊത്തിലാരോ പാടി തരൂ ഒരു ജന്മം കൂടി. പാതി പാടും മുൻപേ വീണു ഏതോ കിളിനാദം കേണു ഏതോ കിളിനാദം കേണു. ചൈത്രദിനവധു പോകയാൽ ദൂരെ യാത്രാമൊഴിയുമായി സാഗരമേ ശാന്തമാകനീ. വിഷുപക്ഷിയേതോ കൂട്ടിൽ വിഷാദാർദ്രമെന്തേ പാടി. വിഷുപക്ഷിയേതോ കൂട്ടിൽ വിഷാദാർദ്രമെന്തേ പാടി. 100 ചൈത്ര സന്ധ്യാരാഗം പൂത്തൂകാവു നിന്നാത്മാവിൽ പൂത്തൂകാവു നിന്നാത്മാവിൽ സാഗരമേ ശാന്തമാകനീ. സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയാൽ ദൂരെ യാത്രാമൊഴിയുമായി സാഗരമേ ശാന്തമാകനീ. ടോപ്പ് സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വളരെ സന്തോഷമുള്ള വളരെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ആ കപ്പിലേക്കുള്ള ദൂരം ഇപ്പോഴും വളരെ 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 കുറവാണ്. ആ കപ്പിൽ കണ്ണുന്നിട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ട്, കോടിക്കണക്കിന് പ്രേക്ഷകർ ഇരിപ്പുണ്ട്.
ഒന്നാം സമ്മാനം കിട്ടുന്ന വിജയെ കാത്തിരിക്കുന്നത് ഭീമ ജുവൽസിന്റെ 15 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം. രണ്ടാം സമ്മാനം എന്താ? രണ്ടാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം. മൂന്നാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സ്വർണമാണ്. ഇനിയും കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും. കാര്യം ഇനിയും കുറച്ചധികം പെർഫോമൻസുകളും സ്പെഷ്യൽ പെർഫോമൻസുകളും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൊല്ലം പത്തനാപുരംകാരുടെ പ്രിയപുത്രി പ്രിയങ്കരി സർഗവൈഭവങ്ങളുടെ സ്വരവിരുന്നിലേക്ക് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്തുന്നു നിവേദ. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളിൻ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവാ. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ
നിവേദ്യ എന്നാണ് പേര്. എനിക്കറിയാം നിവേദ്യ. ആ, നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞിടാത്തൊരു പരിചയം ഞങ്ങൾക്കുണ്ട്. ഉണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അടുത്ത മാസമല്ലേ ബർത്ത്ഡേ? ആണോ? കണ്ട, എനിക്കറിയാം, നേരത്തെ അറിയാം. ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ? അതൊക്കെ നിങ്ങൾ പറയില്ല. നമ്മളുടെ വീട് എവിടെയാണ്? കൊല്ലം. കൊല്ലം. കണ്ട, കൊല്ലം കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് ഏതാണ്? ഞങ്ങൾ നേരത്തെ കണ്ടു. ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഓഹോ, ഞങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. വളരെ നന്നായിട്ട് പാടി മോള്. വേറെന്താ ചോദിക്കാനുള്ളത്? ലാലേട്ടൻ ഞങ്ങളെയൊക്കെ കാണാനല്ലേ വന്നത്, അപ്പം ഞങ്ങളോടൊക്കെ ലാലേട്ടൻ എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എൻ്റെ ഭാഗ്യം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഞങ്ങളുടെ പാട്ടുകൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ അതിമനോഹരമായി പാടുന്ന കേൾക്കുമ്പം നമ്മുടെയൊക്കെ പ്രായത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ആലോചിച്ചു പോയി. ഇവരൊക്കെ വീട്ടിലൊക്കെ ഇരുത്തി നല്ല പാട്ടൊക്കെ പഠിപ്പിച്ചോണ്ടല്ലേ. നമ്മളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഇതിലും മോശമായിട്ട് പാടിയാണ്. അപ്പം അത് ഭയങ്കര ഭാഗ്യമുള്ള കുട്ടികളാണ്. അപ്പം അങ്ങനെ ഭാഗ്യമുള്ള നിങ്ങളെ കാണുന്നത് ഞങ്ങൾക്കൊരു ഭാഗ്യമാണ്. അപ്പം എല്ലാം നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ്. നന്നായി ഒരു നല്ല എന്താ പറയണ്ടേ, ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും മോക്കുണ്ടാകട്ടെ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സാർ. താങ്ക് യു. പിന്നെ സാറിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു മോളെ. താങ്ക് യു. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സീനിയേഴ്സ്, അതായത് ഇവിടുത്തെ കുട്ടി വലിയ താരങ്ങൾ, കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഇവിടെ പാടിക്കൊണ്ടിരുന്ന ആൾക്കാര് നമ്മുടെ ഓണം ഒന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ, അതെ, ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും. സോ വെൽക്കം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4-ന്റെ വിജയിയെ കാത്തിരിക്കുന്നത്, ടൈറ്റിൽ വിന്നറിനെ കാത്തിരിക്കുന്നത് ഭീമ ജുവൽസ് നൽകുന്ന 15 ലക്ഷം രൂപയുടെ സ്വർണം. രണ്ടാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ സ്വർണം. മൂന്നാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സ്വർണം. ഭാവമധുരമായ ഗാനങ്ങൾ കൊണ്ട് പ്രിയ പ്രേക്ഷകരെയും ഞങ്ങളുടെയും മനം നിറച്ച കൊല്ലത്തിന്റെ അഭിമാനമായ കൊച്ചുമിടുക്കൻ, നമ്മളുടെ എല്ലാം സ്വന്തം ആര്യ.
സഹസ്രദളങ്ങൾ വിരിഞ്ഞു വെൺകൊറ്റ കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു സരസ്വതിയാമം കഴിഞ്ഞു അഗ്നികിരീടം ചൂടി അശ്വാരൂഢനായി അഗ്നികിരീടം ചൂടി അശ്വാരൂഢനായി കാലം അംഗം ജയിച്ചു വന്ന തറവാട്ടിൽ ഇതുവഴി തേടി വരും ഉഷസേ ഇവിടത്തെ അസ്ഥിമാടം വന്ദിക്കുമോ സ്പന്ദിക്കുമോ സരസ്വതിയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു വെൺകൊറ്റ കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു സരസ്വതിയാമം കഴിഞ്ഞു മുട്ടുടവാൾ മുനയാലേ നെറ്റിയിൽ കുങ്കുമം ചാർത്തി കൈരളി കച്ചമുറുക്കി നിന്ന കളരികളിൽ നിറകതിർ വാടിപ്പോകും ഉഷസേ ഇനിയും ഒരംഗത്തിനു ബാല്യമുണ്ടോ ബാല്യമുണ്ടോ സരസ്വതിയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു വെൺകൊറ്റ കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു സരസ്വതിയാമം കഴിഞ്ഞു ഇത് ആര്യ, വെരി ഗുഡ് സിംഗർ, കൊല്ലത്തുകാരനാണ്. അറിയാം. ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഇവരൊക്കെ അല്ലേ? പറയല്ലേ എങ്ങനെ അറിയാന്ന്? അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. പായസം. ആ, അതെ, പായസം. ഞങ്ങളൊരു പായസ അല്ലേ, ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ സാറിന്റെ സാർ അഭിനയിച്ച പാട്ട് സിനിമയിലെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഇവിടെ. ആ, ഏതായിരുന്നു? എനിക്ക് വന്ദനം സിനിമയിലെ തീരം തേടുവോളം. ഓ, ആണോ? എങ്ങനെ ഒന്ന് കേക്കട്ടെ. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു ഈണം ചേർത്തു ഞാൻ ഇന്നു നിൻ കാതിൽ പറഞ്ഞു ഈരാവിൽ ഞാൻ നിന്നെ തൊട്ടു തൊട്ടുണർത്തി ഇന്നങ്കുലികൾ ആലിക്കും ഞാനൊരു ചിത്രവിഭഞ്ചികയാ തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു ഈണം ചേർത്തു ഞാൻ ഇന്നു നിൻ കാതിൽ പറഞ്ഞു. ചെക്കുട്ടൻ പാടിയല്ലേ? അതെ അതെ അല്ലേ? ആ തന്നെ. ഇങ്ങനെ എന്റെ പാട്ട് കൊള്ളാം. ആ കൊള്ളാം. കൊള്ളാം, തിരക്കേടില്ലെന്ന്. അല്ല, ഇത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നില്ലേ? പിന്നെ അറിയാണ്ട് നമ്മുടെ മനസ്സിലോട്ടെ എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലോട്ട് എത്ര അല്ലേ? അങ്ങനെയല്ല, കെട്ടിപ്പിടിച്ച് പറ. അതൊക്കെ അല്ലേ എന്തെല്ലാം സീനാ സിനിമയില്. എന്നാ എന്നോട് പറ. അതൊക്കെ മക്കളെ കണ്ടിട്ടുണ്ടോ ആ സിനിമ? കണ്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? നമ്മളൊക്കെ എത്ര പ്രാവശ്യം. എന്താ സിനിമ വല്ല ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ടോ? സത്യം പറ. ആ സത്യമായിട്ട് കണ്ടിട്ടുണ്ട്. എന്താ കണ്ടേക്കണേ? ഞാൻ ഇത് ഇവിടെ വരുന്നതിന് മുമ്പേ TV-ല് 3-4 വട്ടം കണ്ടിട്ടുണ്ട്.
അല്ലാതെ ഈ പാട്ട് കിട്ടിയപ്പോൾ എൻ്റെ സാറ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാട്ട് കിട്ടിയ ആ സിനിമ നമ്മൾ കാണണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ അത് അങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. എന്നാ ചോദിക്ക്, എന്നാ പറ ഐ ലവ് യു ഒന്ന് പറഞ്ഞുതരാന്ന്. ഇത്രയും സംസാരിച്ച് കേട്ടിട്ടില്ലല്ലേ ഈ കുട്ടികളാണ് ആൾക്കാര്? അതെ അതെ ആണോ? അതെ, ഇപ്പോഴാണ് സംസാരിക്കുന്നത്. അവന്റെ മുഖത്ത് ഇന്നൊരു ഭയങ്കര സന്തോഷം, എപ്പോഴും ഒരു വിഷാദ ഭാവമുള്ള കുട്ടിയാണ്, പക്ഷെ ഇപ്പൊ ഇന്ന് ഭയങ്കര സദ്യ ഇഷ്ടമുള്ള ആളാണ്. ആണോ? ആ കണ്ട കണ്ടാ ചോദിക്ക്, എന്നാ പറ ഐ ലവ് യു ആ ഡയലോഗ് അതൊന്ന് പറയോ? എങ്കിൽ എന്നോട് പറ ഐ ലവ് യു. വണ്ടർഫുൾ വണ്ടർഫുൾ. അയ്യോ അണ്ണാ, ഇവനെ ഒന്ന് നോക്കിയാ, അവൻ ചിരിച്ച് ആദ്യമായിട്ട് കാണുക. 1.5 വർഷമായി ചിരിച്ചിട്ട്. അണ്ണാ മുക്കാബല പാടുമ്പോഴും കരഞ്ഞോണ്ട് പോകും. ചെക്കനായിരുന്നു പാവം. ഓക്കെ മനെ, ഗുഡ് ലക്ക്, ഹാപ്പി ഓണം. ഹാപ്പി ആണ്. താങ്ക് യു താങ്ക് യു. ഓക്കെ. മലപ്പുറത്തിന്റെ മധുരമുള്ള പാട്ടഴകൊരുക്കിയ ഒരു പാട്ടുകാരി, ശബ്ദമാധുര്യം കൊണ്ട് പ്രേക്ഷകരുടെ മനം കവർന്ന പ്രിയപ്പെട്ട മിടുക്കിക്കുട്ടി, നമ്മുടെ പാട്ടുകാരി ദ്രൗപദി.
ഒട്ടനവധി പ്രതിഭകളെ സമ്മാനിച്ച നാടാണ് നമ്മുടെ കോഴിക്കോട്. മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയിൽ പാട്ടിന്റെ കോഴിക്കോടൻ മധുരവുമായി വന്ന ശ്രീധർ. ശ്രീദർശ് കോഴിക്കോടുള്ള ആളാണ്. ഭയങ്കര ബിരിയാണി ഇഷ്ടമുള്ള ആളാണ്. കറക്റ്റാണോ? ആണോ? മാത്രമല്ല വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ശബ്ദം മാറുന്ന ഒരു സമയമുണ്ടല്ലോ ആൺകുട്ടികൾക്ക്. ഇപ്പൊ അത് അറിയാൻ പറ്റിയല്ലോ, ഇനി നന്നായിട്ട് പാടാനുള്ള ഒരു പ്രത്യേകതയുണ്ട്. ശ്രീദർശന്റെ വീട്ടിലെ ആട് മാത്രം ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ സാധാരണ ആട് കരയുന്ന എങ്ങനെയാ? നമ്മുടെ ബർത്ത്ഡേ മാസം പോലെ. പക്ഷെ അങ്ങനെയല്ല. ശ്രീദർശ് കാണിക്കുക എങ്ങനെയാടാ ആട് കരയണ മോനെ? കണ്ടില്ല. അല്ല വേറൊരാടുണ്ട്, 5-6 ആടുണ്ട്. ഇത് മെയിൻ ആടല്ലേ? അതിന്റെ അടുത്തത് അടുത്ത മീനുട്ടി. മീനുട്ടിയോ? ആടിന്റെ പേര് അത് ശരിയാ. അത്രേ ഉള്ളല്ലേ? സൈലന്റ്. മകളെ മീനുട്ടിയുടെ ശബ്ദം അടച്ചിരിക്കുകയാണ്. അതിന്റെ കുഞ്ഞല്ലേ? അതിന്റെ കുഞ്ഞ്. പിന്നെ അടുത്ത ആട് എന്റെ അമ്മേനാ. അത് ഒന്നുകൂടെ പറഞ്ഞു. അതൊരു ഒരു അതിന്റെ കുട്ടി. പക്ഷെ ആദ്യത്തെ ആടായിരുന്നു സൂപ്പർ. അല്ല, അതിന്റെ ഈ ശബ്ദം മാറുന്ന സമയമാണോ? ഒരു 2 ലൈൻ പാടിയാലോ എനിക്ക് വേണ്ടി? ഒരു ശബ്ദ സ്വാതന്ത്ര്യം ഉണ്ടോ? കുഴപ്പമില്ല. അയ്യോ, അതെന്താ അറിയാ, അത് കള്ളത്തരാ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു.
അക്ഷിക്കുട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരും പഴയ പാട്ടുകളാണ് പാടുന്നത്. Correct. എല്ലാം ഞാൻ ഇപ്പൊ കേട്ട കുട്ടികളെല്ലാം പഴയ അതൊരു വലിയൊരു കോൺട്രിബ്യൂഷൻ ടു ദ എന്താണ് പബ്ലിക്കാണ്. അതായത് ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾ എത്രയോ 64-ലും 75-ലും ഒക്കെ റിലീസ് ചെയ്ത ദേവരാജൻ മാസ്റ്റർ, വയലാർ സാറിൻ്റെയും അതുപോലെ തന്നെ പി ഭാസ്കരൻ, കെ രാഘവൻ മാസ്റ്ററുടെ ഒക്കെ പാട്ടുകൾ ഒരു പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വേദി കൂടാണ് ഈ ടോപ്പ്. അതാണ് ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാര്യം നേരത്തെ പാടിയ പാട്ടുകളൊക്കെ ഭയങ്കര പാട്ടുകളാണ്, അത് കോംപ്ലിക്കേറ്റഡ് പാട്ടുകളാണ്. അത് അവരെ പഠിച്ച് ഇരുന്ന് പാടുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. അപ്പം അതിന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത നിങ്ങൾക്കൊക്കെ അതിന് വളരെയധികം അഭിനന്ദനം അല്ലേ. ഒരു വലിയ ടീമാണ്. എനിക്കൊരു സംശയം, ഇത് പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാർ വീണ്ടും മരിച്ചിട്ട് വീണ്ടും പുനർജനിച്ചതാണോ പിള്ളേരുടെ ഇതില്? എന്തോ ചെയ്യാനല്ലേ മക്കളെ മോനെ അതാ ഇത് ലാലേട്ടൻ പറയുമ്പോഴും വരണം കേട്ടോ, എല്ലാരും പറയുമ്പോ വരണം ഈ ഇല്ല സംഭവം. വളരെ ഒരു സംശയം വളരെ കറക്റ്റ്. എല്ലാവർക്കും ഇപ്പൊ പിന്നെ വയലാർ പിന്നെ എന്തിനാ എഴുതിയേക്കുന്നത്? കൊതി തീരും വരെ ഇവിടെ അതല്ല അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന ലൈൻ എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ എഴുതിയതാണ്. അതെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ചരണത്തിൽ ഒരു ലൈൻ വരുന്നുണ്ടല്ലോ, ഇനി ഒരു ജന്മം ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയൊരു ജന്മം കൂടി. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു പ്രതീക്ഷയാ. ഇനി ഒരു ജന്മം കൂടി തരുമോ എന്നാണ്. അല്ല, നമുക്കിങ്ങനെ ആക്കാം, വീണ്ടും ജനിക്കുമായിരിക്കുമല്ലോ നമ്മളൊക്കെ. അല്ല, ഇതൊരു പുനർജന്മം എന്ന് വെച്ചാൽ മതി. ചില ആത്മാക്കളൊക്കെ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഒരു ബന്ധമില്ലാത്തൊരു കുടുംബത്തില് ഒരു കുട്ടി അസലായിട്ട് പാടുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും ഇത് എങ്ങനെ പാടുന്നു? അച്ഛൻ പാടില്ല, അമ്മ പാടില്ല, അവരാരും പാടുന്നു. അപ്പൊ എന്തോ അവരുടെ പൂർവികരാരോ പാടിയിട്ടുണ്ട്. ആ ഒരു ആത്മാവായിരിക്കാം മേ ബി കാര്യം എന്ന് പറഞ്ഞാൽ അണ്ണാ നമ്മൾ 3 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ പിയാനോ വായിക്കുന്നത്, അതൊക്കെ 60 വർഷം പ്രാക്ടീസ് ചെയ്താൽ പോലും പറ്റാത്തത് അവർ 3 വയസ്സ് വായിക്കുന്ന കാണുമ്പോൾ അതങ്ങനെ സംഭവിക്കാൻ കലാകാരന്മാരൊക്കെ പണ്ട് ദേവലോകത്ത് സദസ്സുകളിൽ നമ്മളെല്ലാരും അവിടെ ഡാൻസും പാട്ടും ഒക്കെ കളിച്ചോണ്ടിരുന്ന എല്ലാ കലാകാരന്മാരും. ചോദിക്കാനുണ്ടോ? എനിക്ക് ലാലേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എന്റെ ശബ്ദവും പോയോ? എന്താ മോനെ? ഞാൻ ലാലേട്ടനെ കാണുന്ന എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിക്ക് ലാലേട്ടൻ ഒന്ന് മീശ വിരിച്ച് കാണിച്ചു തരും. മോനെ ആകെപ്പാട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് താടിയൊക്കെ. ഞാൻ ഈ ഷേവ് ചെയ്തിട്ട് ഞാൻ ഒന്ന് പിടിച്ചോണ്ട് നടക്കാം. ഇപ്പൊ വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ആദ്യം നന്നായിട്ട് വന്നിട്ട് പിടിക്കേ. ഞാൻ വരച്ചിക്കില്ല ലാലേട്ടന്. മീശയോ? ചിത്രം വരച്ചിക്ക്. ആണോ? വെരി ഗുഡ്. കയ്യിലുണ്ടോ? ഇല്ല, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ തരും. ഇല്ല, അത് ആട് തിന്ന്. പത്തുമാന്റെ അല്ല, 10 ആട്. അതെ. ഓക്കെ മോനെ, ഓക്കെ. ഒന്നുകൂടെ കളിച്ചിട്ട് പോക്കോ. വെരി ഗുഡ് മോനെ. എല്ലാ ഐശ്വര്യം മോനെ. ടോപ്പ് സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വളരെ സന്തോഷമുള്ള, വളരെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ആ കപ്പിലേക്കുള്ള ദൂരം ഇപ്പോഴും വളരെ 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 കുറവാണ്. ആ കപ്പിൽ കണ്ണുന്നിട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ട്. വളരെ ടെൻഷൻ അടിച്ച് ഒരു 5 കണ്ടസ്റ്റൻസും ഇരിപ്പുണ്ട്, കോടിക്കണക്കിന് പ്രേക്ഷകർ ഇരിപ്പുണ്ട്. ഒന്നാം സമ്മാനം കിട്ടുന്ന വിജയെ കാത്തിരിക്കുന്നത് ഭീമ ജുവൽസിന്റെ 15 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം. രണ്ടാം സമ്മാനം എന്താ? രണ്ടാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം. മൂന്നാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സ്വർണമാണ്. ഇനിയും കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും. കാര്യം ഇനിയും കുറച്ചധികം പെർഫോമൻസുകളും സ്പെഷ്യൽ പെർഫോമൻസുകളും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ആറന്മുളയുടെ അഭിമാനമായി പാടിക്കയറി വന്ന നമ്മുടെ എല്ലാം സ്വന്തം ദേവനന്ദ.
ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലിലേക്ക് നക്ഷത്ര തിളക്കവുമായി വന്ന കോഴിക്കോട്ടുകാരി, നമ്മുടെ എല്ലാം സ്വന്തം നക്ഷത്ര. मीरा मधुरं गायति मीरा
ടോപ്പ് സിംഗർ സീസൺ 4ന്റെ കുഞ്ഞു പാട്ടുകൂട്ടിലേക്ക് മനോഹരമായ ഈണമധുരവുമായി പാടി വന്ന പട്ടാമ്പിക്കാരിയാണ് നമ്മുടെ എല്ലാം കൃഷ്ണ. ഈ സംഗീതയാത്രയിലെ ഓരോ ഘട്ടങ്ങളിലും പാടി തെളിഞ്ഞു വന്ന കുഞ്ഞു ഗായിക. ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പട്ടാമ്പിയുടെ പ്രിയ ഗായിക കൃഷ്ണ. ചിലങ്ക